അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലൊക്കെ ആദ്യമായി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ ഓപ്ഷൻ ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കുക. പിന്നെന്താണ്, വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നമുക്കൊരു ലൈക്കും തരിക കേട്ടോ. അപ്പോൾ നമ്മളിന്ന് രാവിലെ ഉണ്ടാക്കണത് മുട്ട പുഴുങ്ങി കറി വെക്കില്ലേ, അതാണ് ഉണ്ടാക്കണത്. പിന്നെ അതിൻ്റെ ഒപ്പം ഇടിയപ്പം, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ നൂൽപുട്ട് എന്നൊക്കെയാണ് പറയാറ്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഈ നൂൽപുട്ട് അഥവാ ഇടിയപ്പം ഉണ്ടാക്കുന്ന ഒരു പഴയ ഒരു ഓർമ്മയുണ്ട് കേട്ടോ. അതായത് എൻ്റെയൊക്കെ ഒരു ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ കുഞ്ഞായിരിക്കും, കുഞ്ഞെന്നല്ല, നമ്മുടെയൊക്കെ 1 2 അങ്ങനെയൊക്കെ ഇരിക്കുള്ളൂ പഠിക്കണേന്ന് തോന്നും. അപ്പോൾ നമ്മൾ അമ്മയുടെ വീട്ടിൽ വന്ന് നിൽക്കാറുണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ പണ്ടൊക്കെ ഈ സ്കൂള് പൂട്ടിക്കഴിയുമ്പോൾ അവിടെയൊക്കെ വന്ന് നിൽക്കുമ്പോൾ, അതായത് അമ്മയൊക്കെ ഉണ്ടാവും, ഒറ്റയ്ക്കല്ല. അപ്പോൾ അവിടെ ഇതേമാതിരി ഇടിയപ്പം ഉണ്ടാക്കണതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പരുത്തിയിലയില്ലേ, പരുത്തിയില എന്ന് പറഞ്ഞാൽ ഈ ആലില പോലെ തന്നെ ഇരിക്കും. അതും ഒരു മഞ്ഞ പൂവൊക്കെ ഉണ്ടാവും. ഇവിടെ പരുത്തിച്ചെടി എന്നായിട്ടാണ് പറയണതെന്ന് തോന്നണം. അപ്പോൾ അത് അതിൻ്റെ ഇല നല്ല ഇങ്ങനെ വട്ടമായിട്ട് ഇങ്ങനെ ആലിൻ്റെ ഇല പോലെ ഇങ്ങനെ ഇരിക്കാറ്. അപ്പോൾ അതിലിങ്ങനെ മുറത്തിലിങ്ങനെ വെച്ചേക്കും. മുറത്തിൽ ഇതിങ്ങനെ കഴുകിയിട്ട് ഈ ഇല നിരത്തിയിട്ട് അതിലാണ് ഈ ഇടിയപ്പം ഇങ്ങനെ ഉണ്ടാക്കണത്. എന്നിട്ട് അതെടുത്ത് ആവിയിലോട്ട് വെച്ചിട്ട് വേവിക്കേണ്ട ചെയ്യണത്. പക്ഷെ അന്നൊക്കെ ഇത് കഴിക്കുമ്പോൾ എന്ത് ടേസ്റ്റാണ്. പക്ഷെ ആ ഒരു ടേസ്റ്റൊന്നും നമുക്ക് ഇപ്പം കിട്ടണില്ല കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കണതിൻ്റെ ആയിരിക്കാം. എന്നാലും പണ്ടത്തെ ചില കറികളൊക്കെ ഭയങ്കര നമുക്കൊരു ഓർമ്മയാണ് കേട്ടോ. അന്ന് ഇതിൻ്റെ ഒപ്പം ഇടിയപ്പത്തിൻ്റെ ഒപ്പം കടല അങ്ങനെയൊക്കെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ഒരു ചെറിയൊരു ഓർമ്മയാണ് കേട്ടോ. നമുക്കങ്ങനെ ഡീറ്റെയിൽഡായിട്ടൊന്നും ഓർമ്മയില്ല. പക്ഷേ എവിടെയോ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അന്ന് കഴിച്ചൊരു ആ ഒരു ഓർമ്മയൊക്കെ വരും. അപ്പം അങ്ങനെ പല ചില പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കും. അതുമാതിരി തന്നെ ഇപ്പം ഈ പനിയൊക്കെ പിടിച്ച് കിടക്കുമല്ലോ, പനിയൊക്കെ വരുമ്പോൾ നമുക്കിങ്ങനെ ഭക്ഷണത്തിനോട് ഒരു ടേസ്റ്റും ഇല്ലാതിരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, നാക്കിനൊന്നും ഒരു രുചിയില്ലാതിരിക്കുന്ന ആ സമയത്തൊക്കെ ഞാനിങ്ങനെ പണ്ടത്തെ കാര്യങ്ങളും അന്നുണ്ടാക്കിയ പലഹാരങ്ങൾ അല്ലെങ്കിൽ കറികൾ അതിൻ്റെയൊക്കെ ഇങ്ങനെ രുചിയൊക്കെ ഓർക്കോട്ടോ. അപ്പോൾ കിട്ടിയാൽ കഴിക്കാൻ തോന്നും. ഇങ്ങനെ നമുക്ക് ആ ഒരു ടൈമിലൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് ഇത്തിരി കിട്ടിയാലോ എന്നൊരു ഓർമ്മയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ ആകാശം ഇങ്ങനെ ഇരുണ്ട് പരണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ തുണിയൊക്കെ ഞാനാണെങ്കിൽ തിരുമ്മിയിട്ട് പുതപ്പും ഒക്കെ ഇട്ട് തിരുമ്മിയൊക്കെ ഇട്ടു. പക്ഷേ ഭയങ്കര ഒരു മൂടിയായിട്ട് ഇരിക്കണേ കൊണ്ടിട്ടേ എനിക്ക് താഴ്ത്തിരുന്നാലും സമാധാനം കിട്ടണില്ല, മുകളിൽ കയറിയാലും സമാധാനം കിട്ടില്ല. ആ ഒരവസ്ഥയിലേക്ക് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അവിടെ മുരിങ്ങയമ്മ കോലുണ്ടായിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ കുറേയൊക്കെ പറിച്ചായിരുന്നു. എല്ലാവർക്കും കൊടുത്തു തീർന്ന്. ഇനി ഏകദേശം 1 2 3 അങ്ങനെയൊക്കെ ഉള്ളു. അതായത് ഇവിടുത്തെ കറികൾക്ക് മാത്രമായിട്ട് എടുക്കാനുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ പൂക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇനിയിപ്പം മഴയാവുമ്പോൾ ഈ പൂക്കളൊക്കെ തല്ലിക്കൊഴിഞ്ഞ് നിലത്തോട്ട് വീഴും. അത് പക്ഷേ ഈ പൂവെടുത്ത് പീര വെച്ചിട്ട് ഒതുക്കുമല്ലോ, അങ്ങനെ എന്താണ് തോരൻ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ ഇലയും ഇല എനിക്ക് വലിയ തൃപ്തിയല്ല കേട്ടോ. എനിക്ക് അതിൻ്റെ ഒരു മട്ടിച്ച ചോല തോന്നും. പിന്നെ വേറെ എന്തെങ്കിലും ഒപ്പം, അതായത് ഈ നമ്മൾ മുട്ടയൊക്കെ പൊരിക്കുമ്പോൾ ഈ ഇതിൻ്റെ ഇല ഒരു ഇത്തിരി ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അത് പണ്ടിങ്ങനെ അതും ഒരു ഓർമ്മയാണ്. പണ്ട് ചെറുപ്പത്തിൽ ഞങ്ങൾ ഇതേമാതിരി മുരിങ്ങയിലേക്ക് ഇട്ട് വറക്കും, അതായത് മുട്ടയിലിട്ട് വറുത്ത് തിന്നുമായിരുന്നു കേട്ടോ. അതൊക്കെ നല്ലൊരു രസമായിരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ അന്ന് കാണിച്ച കുമ്പിളൂസ് നാരങ്ങയുടെ അത് കുഞ്ഞായിരുന്നല്ലോ അന്ന് അത് അതിലൊരു ഇത്തിരി കൂടി വലുതായിട്ടാണ് ഇപ്പം. പക്ഷെ പെട്ടെന്ന് വലുതാവണില്ല, ഇത്തിരിച്ച്.
അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു. ഉച്ചയാകുമ്പോൾ നമുക്ക് ഉച്ചക്കലത്തേക്കുള്ള കറി ഒരുക്കണം. ഉച്ചക്കലത്തേക്കുള്ള കറി എന്താണെന്ന് വെച്ചാൽ വെള്ളരി, കണിവെള്ളരിയാണ് കേട്ടോ. ഞാനപ്പോൾ കുമ്പളങ്ങ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ എനിക്ക് കണിവെള്ളരി കണ്ടപ്പോൾ എനിക്ക് അത് മേടിച്ച് മതി എന്നായി. പിന്നെ ഞാൻ ഇടയ്ക്ക് ചൊരക്കയൊക്കെ ഇടും കേട്ടോ. എല്ലാവരും എന്നോട് പറയും ഈ ചൊരക്കയൊക്കെ കഴിക്കുമെന്ന് ചോദിക്കുക. എന്ന് വെച്ചാൽ മിക്കവർക്കും ഇഷ്ടമല്ലാത്തൊരു ടേസ്റ്റാണ് ഈ ചൊരക്കയുടെ ടേസ്റ്റ്. പക്ഷേ ഞാനത് സാമ്പാറിലൊക്കെ ഇടാനായിട്ട് മേടിക്കാറുണ്ട്. ചൊരക്കയൊക്കെ കഴിക്കുന്നത് ശരീരത്തിന് നല്ല ആരോഗ്യത്തിന് നല്ലതാണെന്നൊക്കെയാണ് പറയണത്. പക്ഷേ മിക്കവർക്കും അത് വലിയ തൃപ്തിയല്ല. പക്ഷേ എനിക്ക് കുമ്പളങ്ങ വാങ്ങിക്കണതിനേക്കാളും നല്ലത് ചൊരക്കയാണ്. കാരണം ചൊരക്ക പെട്ടെന്ന് ചീത്തയായി പോവില്ല. ഫ്രിഡ്ജിലിരുന്നാലും അങ്ങനെ തന്നെ ഇരുന്നോളും, നല്ല സ്റ്റിഫായിട്ടിരുന്നോളും. പക്ഷേ ഈ കുമ്പളങ്ങ വാങ്ങിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ പെട്ടെന്ന് ഇങ്ങനെ അഴുത്ത് പോവും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ മിക്കവാറും ചൊരക്കയാണ് വാങ്ങിക്കാറ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ ഒപ്പം നമുക്കൊരു ഇത്തിരി ചീരക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇവിടെ പടുമുളയായിട്ട് ഇങ്ങനെ മുളച്ച് വന്നതാണ് കേട്ടോ. അതായത് ഇതിൻ്റെ അരിയൊക്കെ കിടന്ന് ഇങ്ങനെ മുളച്ച് വന്ന ചീരയാണ്. അപ്പോൾ അതിൻ്റെ ഇല അമ്മ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്ത് വെച്ചതാണ്. അപ്പോൾ അത് ഞാൻ ഒന്ന് പീരൊതുക്കിയിട്ട് ഒരു തോരൻ പോലെ വെച്ചതാണ് കേട്ടോ. നല്ലതായിരുന്നു. നമുക്ക് വീട്ടിലുണ്ടാവുന്ന പ്രത്യേകിച്ച് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് മഴ തുടങ്ങി. അതായത് ഇങ്ങനെ ഒരുപാട് ആളക്കളിയാക്കണ മഴയാണ്. നന്നായിട്ട് അത്ര പെയ്തുമില്ല, ഇങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്കുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി പ്രത്യേകിച്ച് വേറെ ഒന്നും പോയില്ല, അതുകൊണ്ടിട്ട് പിന്നെ നമുക്ക് വേറെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് നമുക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇനി എവിടെയെങ്കിലും പോയെങ്കിൽ ആ വീഡിയോ ഒക്കെ നമ്മൾ ചേർക്കാം കേട്ടോ.